എക്സാമിനർ +2 ഫാമിലി മക്കളെ, നിങ്ങൾക്ക് വേണ്ടി എക്സാമിനർ ഒരു പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വർഷത്തെ നമ്മുടെ യോധ +2 ക്രാഷ് കോഴ്സ്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക്കലി ഇതിന് ഐഡിയ വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. അതായത് +2 നിങ്ങൾ ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും നമുക്കറിയാം +2 ബോർഡ് എക്സാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാക്സിമം മാർക്സ് മേടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്രാഷ് ബാച്ച് ആണ്. ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ റിവിഷൻ മാത്രമല്ല, ഫ്രം സ്റ്റാർട്ട് നിങ്ങൾ ഫുൾ പഠിപ്പിച്ചു തരും. നിങ്ങൾ എക്സാം ഏറ്റവും ബെസ്റ്റ് മാർക്സ് നമ്മൾ മേടിച്ചു തരും ഒറ്റൊരു സിമ്പിൾ ക്രാഷ് ബാച്ചിലൂടെ. മകളെ, എത്രയേ ഉള്ളൂ. പബ്ലിക് എക്സാമിന് നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഫസ്റ്റ് മുതൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും അത് മാത്രമല്ല, വെറുതെ ഇങ്ങനെ നമ്മുടെ റെക്കോർഡ് ക്ലാസ് തന്ന് പഠിപ്പിക്കുക മാത്രമല്ല, പല പല പുതിയ ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി, ഏറ്റവും കുറഞ്ഞ സമയത്ത് മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ക്രാഷ് കോഴ്സിൽ ഉണ്ടാവുന്നതായിരിക്കും. സോ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വേഗം വാട്സ്ആപ്പ് ചെയ്യുക, വേഗം അഡ്മിഷൻ എടുക്കുക. കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും, ഇൻക്ലൂഡിംഗ് ഫീസ് എന്തൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും മക്കളെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നോക്കാം എന്താണ് ബാച്ചിലുള്ളത് എന്നുള്ള കാര്യം. ഫസ്റ്റ് ഒബ്വിയസ്ലി എന്തുണ്ടാവും, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിന്റെയും 1 ഷോർട്ട് റിവിഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് സബ്ജക്ട്സിന്റെ സയൻസിലെ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എല്ലാ സബ്ജക്ട്സിന്റെയും അതുകൂടാതെ ലാംഗ്വേജസിന്റെ ഒക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും, റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. ഒബ്വിയസ്ലി അത് എന്തായിരിക്കും, റെക്കോർഡഡ് രീതിയിലായിരിക്കും ഉണ്ടാവും. വെറുതെ റെക്കോർഡറായിട്ട് അവിടെ വെക്കുകയല്ല, നിങ്ങൾക്ക് എന്തുണ്ടാവും, അതിന് കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിൾ അനുസരിച്ച് ആ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ സിലബസ് തീരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല, രസകരമായിട്ടുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നുള്ളൂ. പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും പഠിക്കാത്ത ചാപ്റ്റർ ഒക്കെ ആണെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന്റെയും അനാലിസിസ് വീഡിയോ ഉണ്ടാവും. അതായത് നിങ്ങൾ ആ ചാപ്റ്ററിന്റെ ഈ റെക്കോർഡ് ക്ലാസ് ആയിക്കോട്ടെ, ഞാൻ പറയാൻ പോകുന്ന ലൈവ് ക്ലാസ് ആയിക്കോട്ടെ, അത് കാണുന്നതിൻ്റെ അതിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അനാലിസിസ് വീഡിയോ കാണാം. ആ അനാലിസിസ് വീഡിയോ എന്തിനാണ്, ആ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ മക്കളെ ഒരു ചാപ്റ്റർ എടുക്കുകയാണ്, പല കാര്യങ്ങളും പഠിക്കാനുണ്ടാവും അല്ലേ. ആ പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണോ, അല്ല. ചില കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. എന്നാൽ ചില കാര്യങ്ങൾ അത്ര പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യമേ നമ്മൾ പറഞ്ഞു തന്നതിന് ശേഷം, ഈ അനാലിസിസ് വീഡിയോയിലൂടെ പറഞ്ഞു തന്നതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കാണാനും അതിൻ്റെ ലൈവിൽ വന്ന് അറ്റൻഡ് ചെയ്യാനും പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ആ ചാപ്റ്ററിനെ പറ്റി, എന്താണ് ആ ചാപ്റ്റർ പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സിലാണ് വെയിറ്റേജ് കൂടുതൽ കുറവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല കുട്ടികളും ഇത് ചെയ്യാറില്ല. അത് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്തുണ്ടാവും, ഓരോ ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ടാവും. നിങ്ങൾ അതിൻ്റെ 1 ഷോർട്ട് റിവിഷൻ ക്ലാസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് എന്ത് വരുന്നു മനസ്സിലാക്കാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റിനും നമ്മൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും, ഒരു സംശയം നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവില്ല. നെക്സ്റ്റ് നിങ്ങൾ നോക്കിയാൽ എക്സാംസ് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആ വീക്കിൽ പഠിക്കുന്ന ക്ലാസ്സസ് ബേസ്ഡ് ആയിട്ട്, ആ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാകുന്നതായിരിക്കും. ഇത് കൂടാതെ പരീക്ഷയ്ക്ക് അടുത്ത് മോഡൽ എക്സാംസ്, അതായത് പബ്ലിക് എക്സാമിന് അതേ പാറ്റേണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മൾട്ടിപ്പിൾ മോഡൽ പരീക്ഷകളുണ്ട്. ആ മോഡൽ പരീക്ഷ കൊണ്ട് നിങ്ങൾ 100% നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ, ഡെഡിക്കേഷനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ മക്കളെ 100% ഉറപ്പിക്കുക, നിങ്ങളുടെ പബ്ലിക് എക്സാമിനും ഇതിൽ വരാൻ പോകുന്ന കുറേ ചോദ്യങ്ങൾ അതേപോലെ നിങ്ങൾ കാണുന്നതായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ എക്സാമിനറിന്റെ ബാച്ചിലൊക്കെ ഇതിനു മുമ്പ് ജോയിൻ ചെയ്തവരാണ്, നിങ്ങൾ കണ്ട ഫീച്ചേഴ്സ് ആയിരിക്കും. അതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ എന്ന് പറയുള്ളൂ. അതായത് ക്ലാസ് ഒക്കെ ഒന്നുകൂടി അടിപൊളിയായിരിക്കും, എല്ലാം ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. പക്ഷെ ഒരു പുതിയ ഫീച്ചർ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ, എന്നാൽ ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ആവാൻ പോകുന്ന ഒരു ഫീച്ചർ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മക്കളെ. അതാണ് ഷോർട്ട് നോട്ട്സ് ബേസ്ഡ് ലൈവ്. അതായത് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, സാർ ഈ ചില ചാപ്റ്ററൊക്കെ ഞാൻ പഠിച്ച ചാപ്റ്ററാണ്, അപ്പോൾ അത് ഞാൻ വീണ്ടും വന്നിങ്ങനെ കാണുമ്പോൾ അത് കുറേ സമയം എടുക്കുമല്ലോ, ഈ 1 ഷോർട്ട് റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണുമ്പോൾ. അപ്പോൾ കുറേ സമയം എടുത്ത് പഠിക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള മാർഗ്ഗം എന്തെങ്കിലും ഉണ്ടോ മക്കളെ? അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഷോർട്ട് നോട്ട്സ് ലൈവ്. അപ്പോൾ അലൻ സാർ, ഞാൻ ജസ്റ്റ് നമ്മുടെ ഷോർട്ട് നോട്ട്സ് ലൈവിൽ ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. ഇത് +1 ബാച്ചിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. +2 ബാച്ചിന് വേണ്ടി നമ്മൾ ഓൺ ദ പ്രോസസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, കാരണം നമ്മുടെ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യപ്പോഴാണ്, നമ്മുടെ ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ +1 ഉണ്ടാക്കിയ സീരീസ് ആണ് ഞാൻ കാണിച്ചുതരാം. ഒരു ഫീച്ചർ കൂടി ഉണ്ടാവാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മോഷണൽ പ്ലെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ ചാപ്റ്ററിന്റെ ഷോർട്ട് നോട്ട്സ് ലൈവിന്റെ നോട്ട്സ് ആണ്. അപ്പൊ ഈ നോട്ട്സ് വെച്ച് നമ്മൾ എപ്പോഴും എക്സാമിന് മുമ്പ് നമ്മൾ ആലോചിക്കില്ലേ, ഒരു ടോപ്പറിന് നോട്ട്സ് കിട്ടുക, ആ ആവശ്യമുള്ള ഫോർമുല മാത്രം വെക്കുക, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയ കാര്യം, ആവശ്യമുള്ള കാര്യം മാത്രം, പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യം മാത്രം. ടെക്സ്റ്റ് ബുക്ക് 30 പേജ്, പക്ഷെ ഇതൊന്നും 2 പേജിൽ 2 പേജേ ഉള്ളൂ. 2 പേജിൽ മോഷണൽ പ്ലെയിനിലെ കംപ്ലീറ്റ്
കാര്യങ്ങൾ ഇവിടെ തീർത്തിട്ടുണ്ട്. ഇനി ഇത് വെറുതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചു തരില്ല, കാരണം ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഈ ഷോർട്ട് നോട്ട്സും കൊണ്ട് ഞാൻ വരും. അതുപോലെ ഓരോ സബ്ജക്റ്റിന് ടീച്ചേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് ഇത് ബേസ്ഡ് ആയിട്ട് ഇതാ ഈ വെക്ടർ ഇതാ ഓർമ്മയുണ്ടോ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കും. മാത്രമല്ല വെറുതെ ഇതിങ്ങനെ വായിച്ചു പോവല്ല. ഇപ്പോൾ ഇതിൽ ഇടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ ഫോർമുല ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഫോർമുല ബേസ്ഡ് ആയിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ചോദ്യം പെട്ടെന്ന് ഒന്ന് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോർമുലയും അതിന്റെ പരീക്ഷയിൽ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യാൻ പറ്റും. വെറുതെ ഈ ഫോർമുല പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് പരീക്ഷയിൽ എങ്ങനെ വരുമെന്നും അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരം പറയണം എന്നുള്ള കാര്യം അത് ലൈവിലായിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് വെറുതെ PDF ആയിട്ട് വായിച്ചു തന്നിട്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. അത് ബേസ്ഡ് ആയിട്ട് ലൈവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഗുണമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ചാപ്റ്റർ തന്നെയാണ്. നമ്മുടെ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് വളരെ കളർഫുൾ നോട്ട്സ് ഒക്കെ ആയിരിക്കും. എല്ലാ ചാപ്റ്ററും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവും. ഇത് ഫാക്കൽറ്റി തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനാണ് എൻ്റെ ചാപ്റ്റർ എടുക്കുന്നത്, ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്, അല്ലാണ്ട് ഞാൻ വേറെ ആരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നില്ല. അപ്പോൾ 100% എനിക്കറിയാം ഇത് പരീക്ഷ വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഫ്ലൂയിഡ്സിൻ്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1-2 പേജ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. ഇത് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രീം യൂസ്ഫുൾ ആകാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആകുമ്പോൾ ഒബ്വിയസ്ലി റെക്കോർഡ് ക്ലാസ് കണ്ടവർക്കായിരിക്കും. ഇനി അത് നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യച്ചാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഷോർട്ട് നോട്ട്സ് ലൈവിൽ നിങ്ങൾ വാ, എന്നിട്ട് എക്സ്ട്രാ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രം ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് 90% അങ്ങോട്ട്. വീണ്ടും ഇത് ലൈവാണ്. അപ്പോൾ ലൈവായിട്ട് വന്നിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന് ഇത് ഉണ്ടാവുന്നതായിരിക്കും. ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. ഈ വർഷം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ആയിരിക്കും നിങ്ങൾക്ക് ഇത് ഉണ്ടാവുന്നത്. ബാക്കി ക്ലാസ് ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് അലക്സ് പറയാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രീവിയസ് ഇയർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ വീഡിയോ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 360 rupees ബുക്ക് ഓക്കെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകും. ഈ ബുക്കിൽ എന്താണുള്ളത്? 50 പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. മക്കളെ, കഴിഞ്ഞ വർഷങ്ങളിലെ നിങ്ങളുടെ ഈ സബ്ജക്ട്സ് ഒക്കെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, സയൻസ്, എല്ലാ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 50 ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വന്ന ഫൈനൽ പേപ്പേഴ്സ് വിത്ത് their answers. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിലും 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിച്ച് പഠിച്ച് സ്വന്തം ടെസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ആ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയും ബാച്ചിൽ ജോയിൻ ചെയ്താൽ. ബുക്കിൽ എന്തോ പുതിയ കാര്യം ഉണ്ടായിട്ടല്ല, ബുക്കിൽ നമ്മളുള്ള കാര്യം നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ്സിലും അതുപോലെ PYQലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പല കുട്ടികളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, സാർ ഈ പരീക്ഷയുടെ അടുത്താവുമ്പോഴത്തേക്കും വീഡിയോ ഒന്നും കണ്ടിട്ട് പഠിക്കാനുള്ള സമയമില്ല, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ബുക്ക് ചോദ്യം നമ്മൾ റിവൈസ് ചെയ്യണമെങ്കിൽ ബുക്ക് വേണമെന്ന് പറയുന്നത്. ഒരു ഫോൺ എടുത്തിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ എവിടെയായിരുന്നു എന്നൊക്കെ നോക്കും. PDF-ൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രത്യേകിച്ച് പരീക്ഷയുടെ ഒരു 1 month ഒക്കെ ബിഫോർ അല്ലെ 2-3 ആഴ്ചക്ക് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഈ ബുക്ക് ആയിരിക്കും. സോ ഈ ബുക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് കൂടാതെ ഒരു സാധനം കൂടിയുണ്ട്, +2കാർക്ക് മാത്രമുള്ള സാധനമാണ്, ബാക്കിയുള്ള ഒരു ബാച്ചിൽ പോലും ഇതില്ല. അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന്റെ കൂടെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് +1-ൽ എന്ത് ചെയ്യേണ്ടി വരും? മക്കൾ ഓരോരോ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. ഓരോ ആൾക്കാർക്ക് ഓരോ സബ്ജക്റ്റ് ആയിരിക്കും. ഒന്നുകൂടി പഠിച്ചു തുടങ്ങണോ സ്റ്റാർട്ടിംഗ് ഓൺവേർഡ്സ് ബുദ്ധിമുട്ടാണ്. സന്തോഷം പറഞ്ഞത്രേ ഉള്ളൂ. നമ്മുടെ +2 ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും +1-ന്റെ ഇംപ്രൂവ്മെന്റിന്റെ ക്രാഷ് ഫുൾ ഫ്രീ ആയിരിക്കും. അതായത് ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും 1 ഷോട്ട് ക്ലാസ്സുകളും എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യം പോയില്ല. ജസ്റ്റ് +2 ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കുക. ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ +2 ക്രാഷ് കോഴ്സ് യോധ ബാച്ചിൽ വരാൻ പോകുന്നത്. ഈ ബാച്ചിന്റെ ഫീസ് ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്, എത്രയായിരിക്കും സാർ ഇത്രയും കാര്യങ്ങൾക്കുള്ള ഫീസ്? മക്കളെ, ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഫീസ് വെറും 2000 rupees ആണ്. ഈ 2000 ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, റെക്കോർഡ് ക്ലാസ്, എക്സാംസ്, എക്സ്ട്രാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്ക്, ലൈവ് ഷോർട്ട് നോട്ട്സ് റിവിഷൻ, ആ ഷോർട്ട് നോട്ട്സിന്റെ PDF, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. ഇതൊക്കെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ടൈം ടേബിളിൽ കിട്ടും. ആൻഡ് എക്സാമിന് കുറെ മുൻപ് തന്നെ നമ്മൾ തീർത്തിരിക്കും. അല്ല, എക്സാമിന് തലേന്ന് മാത്രം തീർക്കല്ല, തീർത്തിരിക്കും. നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്താൽ അവസാനം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ആ ബുക്ക് ഫ്രീ ആണ് കേട്ടോ, എക്സ്ട്രാ നിങ്ങൾ പൈസ അടിക്കേണ്ട. ഇത്രയും കാര്യങ്ങളാണ് കിട്ടാൻ എല്ലാ സബ്ജക്റ്റിനും ആണെന്ന് ആലോചിക്കണം. ഒരു സബ്ജക്റ്റിന് വേണ്ടി മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക്, അതായത് +2 പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാച്ചുകൾ ചെയ്തിരിക്കുന്നത്. അത് പെട്ടെന്ന് പഠിക്കേണ്ടവർക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ്. പെട്ടെന്ന് പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ലൈവ് +PYQ ഉള്ള രീതി പഠിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ച് 100% മാർക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. 1 ഷോട്ട് ലൈവും 1 ഷോട്ട് റിവിഷൻ റെക്കോർഡ് ക്ലാസ്സും പിന്നെ എക്സ്ട്രാ ലൈവുകളിലും പങ്കെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വാങ്ങിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കാൻ റെഡിയാണെങ്കിൽ, പഠിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ച് കംപ്ലീറ്റ് യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ വേറെ സന്തോഷ വാർത്തയുള്ളത്, ഓൾറെഡി നമ്മൾ +2 ബാച്ചിൽ പഠിക്കുന്ന, +2 ഇയർ ബാച്ചിൽ അല്ലെങ്കിൽ +2 ഏത് ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ ഫുൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 50% ഓഫ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ 50% ഫീസ് കുറഞ്ഞ് 1000 rupees നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പങ്കെടുക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതിൽ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ്
വാട്സപ്പ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഡിസംബർ 23, അതായത് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്തിനാ സാർ ഇത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് മക്കളെ? ഇത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ അത്ര നേരത്തെ തീർന്നു കിട്ടും. നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ രീതിയിൽ റിവൈസ് ചെയ്യാൻ, നമ്മുടെ ഷോർട്ട് നോട്ട്സിൻ്റെ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി നിങ്ങളുടെ രീതിയിൽ റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബാച്ചുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അപ്പോഴാണ് നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങളുടെ സ്വന്തം രീതിയിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും റിലാക്സ് ചെയ്ത് പഠിക്കാൻ ഡെയിലി കൂടുതൽ ക്ലാസ്സസ് ഉണ്ടാവും, കൂടുതൽ പഠിക്കേണ്ട ഒരു നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ അവസാനത്തെ സ്കൂൾ എക്സാം ആണ്, അപ്പൊ അവസാനത്തെ പ്രാവശ്യം ഗിവ് ഇറ്റ് യുവർ എവറിത്തിങ്. ഓക്കെ, ഹോളിഡേ ആണെങ്കിൽ കുറച്ച് ലീവ് ആണെന്ന് അതൊക്കെ പിന്നെ കിട്ടും. ആ ലീവ് നിങ്ങൾ പബ്ലിക് എക്സാം കഴിഞ്ഞ് ചില്ലെടുത്ത് എത്ര ഹാപ്പി ആയിട്ട് എടുത്തോ. അപ്പൊ നിങ്ങൾ ഈ ക്രിസ്മസ് ലീവ് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ 2-3 ദിവസമൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്ത് അത് കഴിഞ്ഞ് 23 പഠിക്കാൻ തുടങ്ങിയാൽ എഴുതി ഗ്യാരണ്ടി തരാം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച നല്ല മാർക്ക് കിട്ടും, ഈവൻ ഫുൾ മാർക്സ് കിട്ടും. അതിനുള്ള എല്ലാം കണ്ടന്റ് ഞങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇതിന് താല്പര്യമുണ്ട്, പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 23 നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. പറ്റുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല നമുക്ക് അടിപൊളി പറയാം. ഓക്കെ, ഇതിന്റെ പകുതി പോലും ഫീച്ചേഴ്സ് ഇല്ലാത്ത വർഷങ്ങളിൽ നമ്മൾ റിവിഷൻ ബാച്ച് ക്രാഷ് ബാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും ഫുൾ മാർക്ക് നിരവധി വാങ്ങിച്ചെടുത്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഇത്രയും ഫീച്ചേഴ്സ് വെച്ചിട്ട് എത്ര പേർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും ഫുൾ മാർക്ക്? അപ്പൊ ഒരു സംശയമില്ല, നിങ്ങൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ എളുപ്പത്തിൽ വാങ്ങിച്ചെടുക്കാം മക്കളെ. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം അഡ്മിഷൻ എടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇതിൽ ഏറ്റവും കുറെ ഫീച്ചേഴ്സും കാര്യങ്ങൾ പറഞ്ഞു, ഏറ്റവും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നുന്ന ഫീച്ചേഴ്സ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്കിനി ക്ലാസ്സുകളിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.